ഡിഫൻസ് PROയുമായി സംസാരിച്ച കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എയർ ലിഫ്റ്റിങ്ങിൻ്റെ കാര്യമാണ്. ഒരുപക്ഷെ 130 പേരെ അവിടെ നിന്ന് ഇതിനോടകം രക്ഷപ്പെടുത്തിയെന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധമി പറഞ്ഞത്. അപ്പോൾ നേവിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾക്ക് ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവില്ലേ? ആ വഴിക്കുള്ള ആലോചന, ആ വഴിക്കുള്ള അന്വേഷണം ഉണ്ടോ? ഹാഷ്മി, തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മുതൽ തന്നെ, അതായത് ഇവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായ ഒരു സാഹചര്യത്തിൽ അവർ പലതരത്തിലുള്ള രീതിയിലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതിൽ പിള്ളയുമായിട്ട് സംസാരിക്കുന്നതും. അദ്ദേഹം പിന്നെ മറ്റു രീതിയിലുള്ള അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നു, ഈ അവിടേക്ക് എത്തിയിരിക്കുന്ന ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലെല്ലാം അവർ സുരക്ഷിതരാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് അവരും പങ്കുവെക്കുന്നത്. പക്ഷേ അപ്പോഴും അവർ സൂചിപ്പിക്കുന്നതും ഇവരെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ സംസാരിച്ച ബംദ് പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ രാവിലെ 8:30 അവരെ വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ ഗംഗോത്രിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. പിന്നീട് അവർ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂർ ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ എതിരെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു 3 മണിക്കൂർ ആ ഒരു സമയമായിരിക്കും വേണ്ടി വരിക. പക്ഷേ അവിടുത്തെ റോഡുകൾ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ വീണ്ടും സമയം അല്പം കൂടി വരാനുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇവർ ടൂർ പാക്കേജ് അനുസരിച്ച് പോകുന്നതാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയുള്ള സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഏകദേശം ഗംഗോത്രിയുടെ അടുത്തായിട്ട് ഇവർ എത്തിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് അവർ സുരക്ഷിതരാണ് എന്നുള്ളൊരു വിവരം ഈ തൃശ്ശൂർ കളക്ടറേറ്റുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ നമുക്കൊരു വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു രീതിയിലെല്ലാം വരികയാണെങ്കിൽ അവർ സുരക്ഷിതരാണ്, മറ്റ് ആശങ്കകളോ പേടിക്കേണ്ട രീതികളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവർ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഏറ്റവും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എയർലിഫ്റ്റിംഗ് മാത്രമാണ് ഒരു പോംവഴി. അവിടെ നിന്ന് ഇപ്പോൾ 130-ലധികം ആളുകളെ രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ എയർലിഫ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും അതിനകത്ത് ഇവരുണ്ടോ എന്നുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം നമുക്ക് വരാനായിട്ടുള്ള അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊരു കാര്യം, ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഈ അവരുടെ ഏറ്റവും അവസാനമായിട്ട് ഇവർ വന്നിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ അത് ട്രേസ് ചെയ്തു പോകുന്ന ഒരു ഘട്ടങ്ങൾ, ആ ഒരു ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ എയർലിഫ്റ്റിംഗ് സാഹചര്യം അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കോൺടാക്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇന്നലെ അവസാനമായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ച ഒരാൾ പറയുന്നുണ്ടായിരുന്നു 1:45 ആ ഒരു സമയത്ത് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും അവർ ഗംഗോത്രിയുടെ അരികിലായിട്ട് എത്തിയിട്ടുണ്ട്. കാരണം 8:30 പുറപ്പെടുന്ന ഒരു വാഹനമാണ് എങ്കിൽ തീർച്ചയായിട്ടും 1 മണി ആ ഒരു സമയത്ത് എങ്ങനെ പോയാലും ഗംഗോത്രി ആ ഭാഗത്തെത്തും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് 1:45 അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഭാഗത്തെത്താനുള്ള സാഹചര്യം അത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഇനി അവരെവിടെ ആ ഒരു ഭാഗത്ത് കുടുങ്ങിക്കിടക്കാനുള്ള സാഹചര്യമാണ് കൂടുതലായിട്ടും ഇപ്പോൾ മുൻപോട്ട് വരുന്നത്. ഇനി അറിയേണ്ടത് അവർ ആ ബസ്സിനുള്ളിൽ തന്നെ ഈ 4 ബസ്സുകൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ബസ്സിൽ ഇവർ കുടുങ്ങിക്കിടക്കുകയാണോ, ഇവരുടെ സാഹചര്യം എങ്ങനെയാണ്, ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്, മറ്റൊരു കാര്യം ഇനി അവർ അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കുടുങ്ങിക്കിടക്കുകയാണോ, ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഇന്നലെ ഈ ഏജൻസികളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇവരെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം അത് തന്നെയാണ് ഇതിന് മുൻപിൽ കിടക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതുമാണ് ഈ ഏജൻസികളും അത് മാത്രമല്ല അതിൽ പിള്ളയും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. എന്തായാലും ഈ എയർലിഫ്റ്റിംഗ് സാഹചര്യമാണ് അത് തന്നെ മുന്നോട്ട് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ആ ഒരു ആശ്വാസകരം എന്ന് പറയുന്ന പോലെ അവർ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോഴും എന്ത് പറ്റി എന്നുള്ള ഒരു സാഹചര്യം അത് കുടുംബത്തിന് അറിയാൻ വേണ്ടിയിട്ടുള്ള അച്ഛനും അമ്മയൊക്കെ പോയിട്ട് അവരെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധുക്കൾക്ക് ആശങ്കയുണ്ടാവും. അതാ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നവരാണ് എം പി ഗോപാലകൃഷ്ണൻ, അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്. ശ്രീരഞ്ജിനി ദേവി തിരുവനന്തപുരം സ്വദേശിയാണ്. നാരായണൻ നായർ തൃപ്പൂണിത്തുറ സ്വദേശിയാണ്. ശ്രീദേവ് പിള്ളയും തൃപ്പൂണിത്തുറയാണ്. ശ്രീകലാദേവിയും അക്ഷയ് വേണുഗോപാലും രണ്ടുപേരും കായംകുളം. ശ്രീകലാദേവി, അക്ഷയ് വേണുഗോപാൽ, വിവേക് വേണുഗോപാൽ അമ്മയും മക്കളാണെന്ന് തോന്നുന്നു. 3 പേരും കായംകുളം സ്വദേശികളാണ്. അനിൽ മേനോൻ കായംകുളത്തുകാരനാണ്. അങ്ങനെയാണ് കേരളത്തിൽ നിന്ന് ഇതിന് പോയ 8 പേരുടെ പേരുവിവരങ്ങൾ ഇതാണ്. ബാക്കി 20 പേർ മുംബൈയിൽ നിന്നുള്ളവരുണ്ട്. ഇപ്പം അവിടെ മുതൽ ഗംഗോത്രി വരെ 100 കിലോമീറ്റർ ഉണ്ടെങ്കിലും ഏതാണ്ട് എൻ്റയർ സ്ട്രെച്ചിൽ റോഡ് സംവിധാനങ്ങൾ ആകെ താറുമാറായി കിടക്കുകയാണ് എന്നുള്ളതാണ്. റോഡ് സംവിധാനം മാത്രമല്ല, ഈ പറയുന്ന രീതിയിൽ നമ്മൾ വിചാരിച്ചതിലപ്പുറമുള്ള വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ആ സ്ട്രെച്ചിലൊക്കെ റോഡ് ഏതാണ്ട് യാത്ര ചെയ്യാൻ കഴിയിൽ 100 റോഡുകൾ ഇല്ലാതാവുന്ന സാഹചര്യം അവിടെയുണ്ട്. അപ്പോൾ ഇവരെവിടെയോ കുടുങ്ങിക്കിടക്കുന്നൊന്നും വേണം മനസ്സിലാക്കാൻ. അങ്ങനെ അധിക സമയം കുടുങ്ങിക്കിടക്കലും നല്ലതല്ല. അതിനു മുമ്പ് അവരെ കണ്ടെത്തി എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.